നമസ്കാരം. ഡിമാക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞു വന്നിരുന്ന വിഷയം SEO സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനെ സംബന്ധിച്ചായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് കീവേഡ് ഇനി എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ്. കീവേഡ് ഓൾറെഡി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ ചെയ്ത ഒരു വീഡിയോയിൽ ഞാൻ കീവേഡിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കീവേഡ് 3-4 ടൈപ്പ് കീവേഡ് ഉണ്ട്. ഷോർട്ട് ടൈൽ കീവേഡ്, ലോങ് ടൈൽ കീവേഡ്, മിഡ് ടൈൽ കീവേഡ്, LSI കീവേഡ്, ഇങ്ങനെ പോകുന്നു അതിൻ്റെ ലിസ്റ്റ്. ഇവിടെ പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ കീവേഡുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. കീവേഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളുടെ വെബ്സൈറ്റിലേക്ക് ഒരു യൂസർ എങ്ങനെ എത്തണം എന്ന് തീരുമാനിക്കുന്നതാണ് കീവേഡുകൾ. ഇപ്പം നമ്മൾ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുന്നു ഫ്ലാറ്റ്സ് ഇൻ കാലിക്കറ്റ്, അല്ലെങ്കിൽ 2 വീലർ വർക്ക്ഷോപ്പ് നിയർ മീ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 വീലർ വർക്ക്ഷോപ്പ് നിയർ മീ എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് 2 വീലർ വർക്ക്ഷോപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് 2 വീലർ വർക്ക്ഷോപ്പുകളുടെ വെബ്സൈറ്റുകളുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിൾ മൈ ബിസിനസ് ലോക്കൽ സെർച്ചിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഗൂഗിൾ മാപ്പിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റിസൾട്ടൊക്കെ ആയിരിക്കും നമുക്ക് എത്തിച്ചു തരുന്നത്. അപ്പം ഈ കീവേഡ് ഇപ്പം 2 വീലർ വർക്ക്ഷോപ്പ് നിയർ മീ എന്ന് പറയുന്ന ഒരു കീവേഡ് നമ്മളുടെ വെബ്സൈറ്റിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ വെബ്സൈറ്റിലേക്ക് ആ യൂസറിന് കടന്നു വരാൻ കഴിയുള്ളൂ. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യത്തിൽ കീവേഡുകൾ വഹിക്കുന്നത്. ശ്രദ്ധിക്കണം, നമ്മൾ എത്രയോ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഒരു ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വെബ്സൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന് അനുയോജ്യമായിട്ടുള്ള കീവേഡുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതൊരു ദിവസം കൊണ്ടൊന്നും കഴിയില്ല. 1-2 പ്രൊജക്റ്റുകൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് വന്ന് അതിൻ്റെ റിസൾട്ട് നമ്മളുടെ ഗൂഗിളിനകത്ത് ഡിസ്പ്ലേ ചെയ്ത് വരുമ്പോൾ മാത്രമേ നമുക്ക് അത് ലിസ്റ്റ് ചെയ്ത് വരുമ്പോൾ മാത്രമേ ഓക്കെ നമ്മൾ ഇന്ന കീവേഡാണ് ഉപയോഗിച്ചത്, ഇന്ന കീവേഡ് ഇത്ര സമയം നമ്മളുടെ വെബ്സൈറ്റ് കണ്ടൻറ്റുകളിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് നമ്മൾ ആ കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ വെബ്സൈറ്റ് ഇത്രാമത്തെ റാങ്കിൽ വന്ന് നിൽക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ 1-2 ദിവസത്തെ ക്ലാസ് കേട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ചെയ്തുകൊണ്ടോ ഒന്നും നമുക്ക് കഴിയില്ല. അത് കുറച്ചൊന്ന് ചെയ്താൽ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. സോ നമ്മൾ കീവേഡിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു യൂസർ നമ്മളുടെ വെബ്സൈറ്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ കീവേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കീവേഡ് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഒരു വെബ്സൈറ്റ് ഇപ്പം 2 വീലർ വർക്ക്ഷോപ്പ് ഇൻ നിയർ മീ, അല്ലെങ്കിൽ 2 വീലർ വർക്ക്ഷോപ്പ് അറ്റ് കാലിക്കറ്റ് ഇതായിരിക്കണം, അല്ലെങ്കിൽ 2 വീലർ വർക്ക്ഷോപ്പ് അറ്റ് കോട്ടയ്ക്കൽ ഇതായിരിക്കണം നമ്മളുടെ വെബ്സൈറ്റിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന കീവേഡ് എന്നുണ്ടെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെല്ലാം കീവേഡുകളുണ്ട് എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്തെടുത്തിരിക്കണം. അത് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 ടൂള് നമുക്ക് പരിചയപ്പെടാം. ഒന്ന് ഊബർ സജസ്റ്റ് എന്ന് പറയുന്ന ഒരു ടൂളുണ്ട് നമ്മളുടെ കീവേഡുകൾ കിട്ടാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് ഗൂഗിളിൻ്റെ തന്നെ കീവേഡ് പ്ലാനറാണ് കുറച്ചും കൂടെ നമുക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ തരുന്നത്. ഊബർ സജസ്റ്റിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അത് പക്ഷേ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരു ദിവസം 3 സെർച്ചിൽ കൂടുതൽ അത് പെയ്ഡ് വെർഷൻ അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ല. അതിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷൻ നമുക്ക് ഇങ്ങോട്ട് പോകാം, നമുക്കത് നോക്കിയെടുക്കാം എങ്ങനെയാണ് നമ്മളുടെ കീവേഡുകൾ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ ആദ്യത്തെ ഒരു കീവേഡ് സെറ്റ് ചെയ്തു. ഓക്കെ, 2 വീലർ വർക്ക്ഷോപ്പ് ഇൻ കോട്ടയ്ക്കൽ. ഓക്കെ, ഈ 2 വീലർ വർക്ക്ഷോപ്പിനോട് അനുബന്ധിച്ച് അതിൽ ഒന്നിൽ കൂടുതൽ കീവേഡുകൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ വെബ്സൈറ്റ് വരണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ആ ഒരു കീവേഡിനെ നമ്മൾ പ്രൈമറി കീവേഡെന്നും പിന്നെ നമ്മൾ കൊടുക്കുന്ന കീവേഡുകൾക്ക് നമ്മൾ സെക്കൻഡറി കീവേഡുകൾ എന്നാണ് പറയുന്നത്. താരതമ്യേന ഇമ്പോർട്ടൻസ് കുറവുള്ള കീവേഡുകൾ. പക്ഷേ നമ്മൾ എഴുതുന്ന കണ്ടൻറ്റുകളിൽ ഈ കുറവുള്ള കീവേഡുകളും വരണം, ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കീവേഡുകളും വരണം. അപ്പോൾ എങ്ങനെയാണ് ഈ കീവേഡുകൾ സെർച്ച് ചെയ്ത് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ നമുക്ക് പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് നീങ്ങാം. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ ഇവിടുത്തെ വിഷയം കീവേഡ്സാണ്. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെന്താണ്, ഇതെവിടെയാണ് ഉപയോഗിക്കുക, ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്വയം ചോദിക്കുകയും അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന വിഷയം വളരെ എളുപ്പമായിട്ട് മാറും. പ്രത്യേകിച്ച് IT മേഖലയിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ. ഇവിടെ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പോർഷൻ കീവേഡ്സാണ്. കീവേഡ്സിനെ കുറിച്ച് ഇതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്.
കാരണം ഇത് വീണ്ടും വീണ്ടും ഞാൻ പറയാൻ കാരണം, ഒരു വെബ്സൈറ്റിൻ്റെ നട്ടെല്ല് അല്ലെങ്കിൽ നെടുംതൂണ് എന്ന് പറയുന്നത് കീവേഡുകളാണ്. അപ്പോൾ എന്താണ് കീവേഡുകൾ? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളുടെ ബിസിനസ്സിനെ കുറിച്ച് വേറൊരാൾ ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ സെർച്ച് എഞ്ചിനുകളിൽ ഏത് വാക്കുകളെല്ലാം ഉപയോഗിച്ചിട്ടാണ് സെർച്ച് ചെയ്യുന്നത്, ആ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള വാക്കുകളെയാണ് നമ്മൾ കീവേഡ്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ കീവേഡുകൾ കണ്ടെത്തുക? നമുക്കിപ്പോൾ ഒരു ഫ്രഷായിട്ടുള്ള, നമുക്ക് യാതൊരു തരത്തിലുള്ള പരിചയമൊന്നും ഇല്ലാത്ത ഒരു വെബ്സൈറ്റാണ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ ടു വീലർ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ടു വീലർ വർക്ക്ഷോപ്പ് ഇൻ കാലിക്കട്ട് എന്നതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വെബ്സൈറ്റ്. പിന്നെ അതിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി ABC വർക്ക്ഷോപ്പ് എന്നോ ABC ടു വീലർ വർക്ക്ഷോപ്പ് എന്നോ വെല്ലം കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനത്തിലേക്ക് നമുക്ക് വെബ്സൈറ്റ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സ്ഥാപനത്തിനായിട്ട് ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെല്ലാം കീവേഡുകളുണ്ട് എന്ന് നമ്മൾ സെർച്ച് ചെയ്യുകയാണ്. അത് സെർച്ച് ചെയ്തതിന് ശേഷം ഈ കീവേഡുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൻ്റെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യും. ഈ ഗൂഗിൾ സെർച്ച് എഞ്ചിനുകൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അതിൻ്റെ കണ്ടൻറ്റുകളിൽ, ഓരോ വെബ്സൈറ്റിൻ്റെയും കണ്ടൻറ്റുകളിൽ ഡയറക്റ്റ് ചെന്നിട്ട് ഏതെല്ലാമാണ് അവർ ഉപയോഗിച്ചിരിക്കുന്ന കീവേഡുകൾ എന്നുള്ളത് ഓട്ടോമാറ്റിക്കലായിട്ട് ഗൂഗിൾ സെർച്ച് എഞ്ചിനുകൾ ഡിറ്റക്റ്റ് ചെയ്തെടുത്തിട്ട് അതിനുള്ള ആൻസർ മാതിരിയാണ് ഓരോ വെബ്സൈറ്റുകളും ഇപ്പം റിസൾട്ട് പേജിൽ SERP സെർപ്പ് പേജിനകത്ത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കീവേഡുകൾ ഉപയോഗിച്ചിട്ട് വേണം നമ്മളുടെ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കീവേഡുകൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കണ്ടൻറ്റ് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം. പോസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും എന്ത് ചെയ്യുന്ന ഒരു വളരെ സിമ്പിളാവുന്ന ഇംഗ്ലീഷിലായിരിക്കണം നമ്മൾ കണ്ടൻറ്റുകൾ എഴുതേണ്ടത്. ഗൂഗിൾ റോബോട്ടുകൾക്കും അതേമാതിരി തന്നെ മനുഷ്യനും മനസ്സിലാകുന്ന വിധത്തിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷിലായിരിക്കണം. ആക്റ്റീവ് വോയിസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഒരു പേജിൽ ഏറ്റവും മിനിമം ഒരു 300-350 വാക്കുകളെങ്കിലും ഒരു വെബ്സൈറ്റിനകത്ത് വന്നിരിക്കണം. അതിൽ കൂടുതലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വന്നിരിക്കണം. ഓരോ പാരഗ്രാഫിനും നമ്മൾ ഹെഡിങ് കൊടുത്തിരിക്കണം. ഒരു പാരഗ്രാഫിനകത്ത് മാക്സിമം 2 അല്ലെങ്കിൽ 3 സെൻറ്റൻസ് മാത്രമേ വരാൻ പാടുള്ളൂ. ഇങ്ങനെ ഓരോ റൂളുകൾ നമ്മൾ ഫോളോ ചെയ്തിട്ടാണ് നമ്മളുടെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ വെബ്സൈറ്റ് SERP പേജിനകത്ത്, സെർപ്പ് പേജിനകത്ത് ആദ്യത്തെ 10 റിസൾട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ വന്നിരിക്കും. ഈ 10 റിസൾട്ടിൻ്റെ ഉള്ളിൽ വരാൻ ഈ കീവേഡുകൾ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുക, അതിന് ഇനിയും ഒരുപാട് ടെക്നിക്കുകളുണ്ട്. വരുന്ന ക്ലാസ്സുകളിൽ ഓരോന്നോരോന്നായിട്ട് അതിനെപ്പറ്റി ഞാൻ പറയുന്നതാണ്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് എങ്ങനെയാണ് കീവേഡ് കണ്ടെത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾക്ക് തീരെ ബന്ധമില്ലാത്ത ഒരു മേഖലയിലുള്ള വെബ്സൈറ്റാണ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഉപയോഗിക്കേണ്ടത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെബ്സൈറ്റുകളാണ്. AI ചാറ്റ് ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. AI ചാറ്റ് ബോക്സിനകത്ത് നമുക്ക് ഇപ്പം ടു വീലർ വർക്ക്ഷോപ്പ് അറ്റ് കാലിക്കട്ട് എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റ്, നമുക്ക് അതിന് ഏതൊക്കെ കീവേഡുകളാണ് നമ്മൾക്ക് AI വെബ്സൈറ്റ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ chat.openai.com ഞാൻ ടൈപ്പ് ചെയ്ത് ചാറ്റ് അത് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ലോഡ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കുകയാണ്, ജനറേറ്റ് 10 or 20 keywords for website about two-wheeler workshop. 3 ചെയ്യുന്നു. ഓക്കെ, two-wheeler workshop at കാലിക്കട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, അതിനോട് ചോദിച്ചു. അപ്പോൾ ചാറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയാണ് വരുന്നത്? 20 കീവേഡുകൾ. ടു വീലർ റിപ്പയർ വരുന്നുണ്ട്, മോട്ടോർ സൈക്കിൾ മെയിൻ്റനൻസ് ഉണ്ട്, കാലിക്കട്ട് ബൈക്ക് വർക്ക്ഷോപ്പ് വരുന്നുണ്ട്, സ്കൂട്ടർ സർവീസ്. ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? 20 കീവേഡുകൾ വന്നിട്ടുണ്ട്. ഇനിയും ഇതിൽ തന്നെ നമുക്ക് ആദ്യം കണ്ടെത്തേണ്ടത്, കീവേഡുകൾ നമ്മൾ കണ്ടെത്തുമ്പോൾ നമ്മൾ 2 തരത്തിലുള്ള കീവേഡുകൾ കണ്ടെത്തണം. ഒന്നാമത്തത് പ്രൈമറി കീവേഡ് വരണം. പ്രൈമറി കീവേഡുകളിൽ എങ്ങനെ ആയാലും പ്രൈമറി കീവേഡുകളിൽ ഒരു കീവേഡ് നമ്മളുടെ സ്ഥാപനത്തിൻ്റെ നെയിമായിരിക്കും.
നെയിം ഓഫ് ബിസിനസ് ആയിരിക്കും. ഓക്കെ. രണ്ടാമത്തത് നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആയിരിക്കും. ഒന്നാമത്തത് പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഇതായിരിക്കും നമ്മളുടെ പ്രൈമറി കീവേഡുകൾ. പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന ബാക്കിയുള്ള കീവേഡുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് സെക്കൻഡറി കീവേഡ്സ്. ഓക്കെ. ഇപ്പം നമുക്ക് 20 കീവേഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് ഈ കീവേഡുകളിൽ ഏതെല്ലാം കീവേഡുകളാണ് സാധാരണ ആളുകൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നത്. ഇത് നമുക്കറിയാനുള്ള അടുത്ത വഴിയാണ് നമ്മളുടെ നോട്ട് പാഡിൽ എഴുതിയിട്ടുണ്ട് ഞാൻ, ഗൂഗിൾ കീവേഡ് പ്ലാനർ. ഗൂഗിളിൻ്റെ തന്നെ കീവേഡ് പ്ലാനർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. നമുക്ക് വെബ്സൈറ്റ് എടുക്കാം, ഒരു പേജ് എടുത്ത് അതിനകത്ത് എന്ത് ചെയ്തു, ഗൂഗിൾ കീവേഡ് പ്ലാനർ സെർച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ കീവേഡ് പ്ലാനറിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കീവേഡ് കൊടുത്താൽ അപ്പോൾ അതിനോട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഏതെല്ലാം കീവേഡുകളാണ്, എന്തെല്ലാമാണ് ആളുകൾ സെർച്ച് ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു വലിയ ലിസ്റ്റ് തന്നെ നമുക്ക് ഗൂഗിൾ കീവേഡ് പ്ലാനർ തരും. അതിൽ നിന്ന് നമുക്ക് നമ്മളുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കീവേഡുകൾ നമുക്ക് സെർച്ച് ചെയ്തിട്ടെടുക്കാം. ആ സെർച്ച് ചെയ്തെടുക്കുന്ന കീവേഡുകൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ അത് എങ്ങനെയാണ് സെർച്ച് ചെയ്തെടുക്കുന്നത്, ഏതെല്ലാം കീവേഡുകൾ നമുക്ക് സെലക്ട് ചെയ്താൽ നമ്മളുടെ വെബ്സൈറ്റിൽ അത് വർക്കാകും. ഈ രണ്ട് കാര്യമാണ് നമുക്ക് ഗൂഗിൾ കീവേഡിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ ഗൂഗിൾ കീവേഡ് പ്ലാനർ എടുത്തു. ഗൂഗിൾ കീവേഡ് പ്ലാനർ ജസ്റ്റ് ഡയറക്റ്റ് നമുക്ക് സെർച്ച് ചെയ്തിട്ടെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിൾ ആഡ്സ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്തിട്ട് അതിനകത്തോട്ട് പോകാം. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞാനിതിനകത്ത് അക്കൗണ്ടുണ്ട്. ഈ അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ഞാനിതിനകത്ത് അഡീഷണൽ ലോഗിനൊന്നും പോകുന്നില്ല. നേരെ എന്ത് ചെയ്താൽ അത് ലോഗിൻ ചെയ്തിട്ട് തന്നെ വരും നമ്മുടെ പേജിനകത്തോട്ട്. ഓക്കെ, കണ്ടില്ലേ, DM എന്ന് പറഞ്ഞിവിടെ ലോഗിൻ ആയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോഴത്തേന് ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഇമെയിലും പാസ്വേഡും ഒക്കെ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യണം. സോ നമ്മളിതിനകത്ത് ഫസ്റ്റ് ഡിസ്കവർ ന്യൂ കീവേഡ്, നമ്മളെ പുതിയ കീവേഡുകൾ കണ്ടെത്തുക. രണ്ടാമത്തത് ഇതിൻ്റെ സെർച്ച് വോളിയം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളുടെ ഗൂഗിൾ കീവേഡ് പ്ലാനറിനകത്ത് വരുന്നത്. ഗൂഗിൾ ആഡ്സ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ടൂൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ടൂൾസിൽ ആദ്യത്തേതാണ് കീവേഡ് പ്ലാനറായിട്ട് വരുന്നത്. സോ ഞാൻ ആദ്യം എന്ത് ചെയ്തു, ഡിസ്കവർ ന്യൂ കീവേഡ് എന്നുള്ളത് സെർച്ച് ചെയ്തു. ഓക്കെ, ഇനി നമ്മളവിടെ ഓപ്പൺ ചാറ്റിനകത്ത് സെർച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഇതിൽ ഒറ്റ ടൈമിൽ 10 കീവേഡുകൾ വരെ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. ഞാൻ ജസ്റ്റ് 10 കൊടുക്കുന്നില്ല, ആദ്യത്തെ 5 ഞാൻ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തിട്ട് ഞാനിത് കോപ്പി ചെയ്തു. എന്നിട്ട് കീവേഡിനകത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ 5 കീവേഡ് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഓപ്ഷനിലാണ്, നമ്മളുടെ വെബ്സൈറ്റ് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെബ്സൈറ്റും കൊടുക്കാം. ആ വെബ്സൈറ്റിനകത്തുള്ള കീവേഡുകളും കൂടെ ഇതിനകത്ത് എന്ത് ചെയ്തും സെർച്ച് ചെയ്തിട്ട് വരും. ഓക്കെ, ദെൻ എന്ത് ചെയ്തു, ഞാനിവിടെ ഗെറ്റ് റിസൾട്ട് കൊടുത്തു. അത് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കീവേഡുമായിട്ട്. ഓക്കെ, ഈ കീവേഡിൻ്റെ ഈ 5 കീവേഡിൻ്റെ കൂട്ടത്തിൽ നമുക്കിനി ഇവിടെ അഡീഷണൽ വന്നിട്ടുണ്ട്. 2 വീലർ സർവീസ് എന്ന് വേണമെങ്കിൽ ആഡ് ചെയ്യാം, 2 വീലർ ജനറൽ സർവീസ് എന്ന് ആഡ് ചെയ്യാം. അങ്ങനെ ഇത് വളരെ കോമൺ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന കീവേഡുകളാണ് അവിടെ വരുന്നത്. ദെൻ രണ്ടാമത് ഇതിൻ്റെ അടിയിൽ നോക്കൂ, ഇതിൻ്റെ ഈ മെട്രിക്സിൽ നോക്കൂ, സ്കൂട്ടർ സർവീസ് സെൻറ്റർ, മോട്ടോർ സൈക്കിൾ മെക്കാനിക്സ്, മോട്ടോർ സൈക്കിൾ റിപ്പയർ ഷോപ്പ്. അപ്പോൾ ഇത് വളരെ ചെറുതായിട്ടാണല്ലോ കിടക്കുന്നത്. ഈ കീവേഡുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എക്സൽ ഷീറ്റ് ആക്കിയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാം. ഞാനൊരു എക്സൽ ഷീറ്റ് എടുത്തു, CSV ഫോർമാറ്റിലേക്ക് മാറ്റി അവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഞാൻ കൊണ്ടുവന്നിട്ട് ഡെസ്ക്ടോപ്പിൽ കൊണ്ടുവന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഫോൾഡറിനെ ഞാൻ എന്ത് ചെയ്തു, വർക്ക്. ഓക്കെ, 2 വീലർ എന്ന് കൊടുത്തു. ഞാൻ ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്തു, 1 എന്നുള്ള പേരിൽ സേവ് ചെയ്തു. ഓക്കെ, ഇവിടെ 10 കീവേഡ് വരെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് 5 കീവേഡ് കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിത് ഡൗൺ ചെയ്തു. ഇനി ഞാൻ 2 വീലർ
എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്തു. അതിൽ CSV ഫയൽ ഓപ്പൺ ചെയ്തു. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ CSV ഫയലെ നമ്മളുടെ എക്സൽ ഫോർമാറ്റിലേക്ക് ഒന്ന് സേവ് ആസ് കൊടുക്കുക എന്നുള്ളതാണ്. സേവ് ആസ് എടുക്കുക. സേവ് ആസ് എടുത്തു കഴിഞ്ഞിട്ട് യൂണിക്കോഡ് എന്നുള്ളത് മാറ്റി ദെൻ എന്ത് ചെയ്യുക, എൻ്റെത് 2007 എക്സൽ 2003 ടെംപ്ലേറ്റ്സ് അത് തന്നെയല്ല വരുന്നത്. 2003 വർക്ക് ബുക്ക് ആക്കി ഞാൻ എന്ത് ചെയ്തു, സേവ് കൊടുത്തു. ഒന്നെന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ സേവ് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇത് CSV ഫയലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെന്ത് ചെയ്യുന്നത്, നമ്മളുടെ എക്സൽ ഫയലായിട്ട് വന്നിട്ടുണ്ട്. എക്സൽ ഫയലായിട്ട് വന്നു. ഇത് ഞാൻ എന്ത് ചെയ്തു, എടുത്ത് ഇനി ഇവിടെ നമുക്കിവിടാണ് ഈ നമ്മുടെ എന്താ വന്നിരിക്കുന്നത്, കംപ്ലീറ്റ് കീവേഡുകൾ വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് മെട്രിക്സുകൾ വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഞാൻ എന്ത് ചെയ്തു, കീവേഡുകൾ ഫസ്റ്റ് എടുത്തു. ഇതിനെ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുത്തു. നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നുണ്ട്. എന്നിട്ട് ഫസ്റ്റ് കോളം ഒന്ന് വലുതാക്കി. എന്നിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ സൈസ് ഒരു 16 ആക്കി. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കാണാമല്ലോ. 2 വീലർ റിപ്പയർ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. മോട്ടോർ സൈക്കിൾ മെയിൻ്റനൻസ് വന്നിട്ടുണ്ട്. ഇത് AVG 500 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഞാനൊന്ന് മാറ്റാം. കറൻസിയാണ് AVG. ദെൻ എന്താ പറയുക, ഇയർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കോമ്പറ്റീഷൻ വന്നിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ. ഇതിനകത്തുനിന്ന് ഈ കോമ്പറ്റീഷൻ വരെയുള്ള കാര്യങ്ങളാണ് നമുക്ക് എടുക്കേണ്ടത്. ഇനി ഇപ്പുറത്ത് വരുന്ന ഈ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ഗൂഗിൾ ആഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെട്രിക്സുകളാണ് ഇത്. അത് നമ്മൾ ഗൂഗിൾ ആഡ്സുകൾ ചെയ്യുന്ന ആ ഒരു പോർഷനിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞ് ഇനി നമ്മൾക്കുള്ള കീവേഡുകൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇപ്പം ഇതിനകത്ത് ടോട്ടൽ ഒരു 10,000-2,000 കീവേഡ് അങ്ങാണ്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുക ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യുക, കോമ്പറ്റീഷനിൽ വരിക. കോമ്പറ്റീഷൻ ഹൈ, ലോ, മീഡിയം, അൺനോൺ, ഇങ്ങനെയുള്ള 4 ടൈപ്പാണുള്ളത്. അതിൽ അൺനോൺ നമുക്ക് ആവശ്യമില്ല. ഹൈ കോമ്പറ്റീഷൻ, ഭയങ്കര കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഉപയോഗിക്കുന്ന കീവേഡ് വെച്ചിട്ട് നമ്മളുടെ സൈറ്റിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹൈ കീവേഡുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ സൈറ്റ് ഒരു 10 പൊസിഷനിലുള്ള റാങ്ക് ചെയ്യിപ്പിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഹൈയുടെ ആവശ്യം വരുന്നില്ല. ഒരു 5 കീവേഡ് കൊടുത്തപ്പോൾ തന്നെ 10,000, 2,000, 3,000 കീവേഡുകൾ വന്ന സ്ഥിതിക്ക് മീഡിയം കോമ്പറ്റീഷൻ ഉള്ളതും നമുക്ക് കുറച്ച് റിസ്കി ആയിട്ടുള്ള എലമെൻ്റാണ്. അപ്പം ലോ കോമ്പറ്റീഷനായിട്ടുള്ള കീവേഡുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തുനിന്ന് സെർച്ച് ചെയ്തെടുക്കാം. മീഡിയം ഞാൻ ഒഴിവാക്കി. ശ്രദ്ധിക്കുക, ലോ കോമ്പറ്റീഷനാണ്. ഓക്കെ, ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ ആൾക്കാർ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കാത്ത വാക്കുകൾ, അതേസമയം അതേ വാക്കുകൾ മറ്റുള്ളവർ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള വാക്കുകളാണ് ലോ കോമ്പറ്റീഷനായിട്ട് വരുന്നത്. ലോ കോമ്പറ്റീഷൻ ഞാൻ എന്ത് ചെയ്ത് ഫിൽട്ടർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം ഇനിയിപ്പോൾ എന്താണ്, ലോ കോമ്പറ്റീഷനിലാണ് ഉള്ള വാക്കുകളാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇതിനകത്ത് എത്ര ക്വാണ്ടിറ്റി ഈ സെർച്ച് വരുന്നുണ്ട്, ഒരു മാസം എത്ര സെർച്ച് ഇതിനകത്ത് വരുന്നുണ്ട്, അങ്ങനെയുള്ള കീവേഡുകളാണ് നമുക്കിനി അടുത്തത് ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ളത്. ഇത് ജസ്റ്റ് 50 സെർച്ച് മാത്രമേ വരുന്നുള്ളൂ. ഇത് 500 സെർച്ച് വരുന്നുണ്ട്. ഇത് 5000 സെർച്ച് വരുന്നുണ്ട്. ഒരു മാസം 5000 സെർച്ച് വരുന്ന കീവേഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. അത് തന്നെ ഏകദേശം ഒരു 10, 20, 25 എങ്ങാണ്ടുണ്ട്. ഒക്കെ നോക്കാം. മോട്ടോർ സൈക്കിൾ റിപ്പയർ നിയർ മീ, മോട്ടോർ സൈക്കിൾ റിപ്പയർ ഷോപ്പ്, 2 വീലർ മെക്കാനിക്കൽ നിയർ മീ, 2 വീലർ ഗ്യാരേജ് നിയർ മീ, മോട്ടോർ സൈക്കിൾ റിപ്പയർ ഷോപ്പ്, ഹോണ്ട മോട്ടോർ സൈക്കിൾ, 2 വീലർ കണ്ടല്ലോ. ഇതെല്ലാം നമ്മുടെ 2 വീലർ വർക്ക്ഷോപ്പുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള കീവേഡുകളാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വീണ്ടും ഒന്നും കൂടെ എന്ത് ചെയ്യാം, ഫിൽട്ടർ ചെയ്തെടുക്കാം. ഇതിൽ ഫിൽട്ടർ ചെയ്യുമ്പോഴത്തേന് ഇവിടെ കോമ്പറ്റീഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കുറവുള്ളതാണ് ഏറ്റവും ആദ്യം വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള കീവേഡുകൾ. അങ്ങനെ തന്നെ മനസ്സിലാക്കുക. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഒരു 20-25 വരെയുള്ള കീവേഡുകൾ, കോമ്പറ്റീഷൻ ഇൻഡെക്സ് ഒരു 25 വരെയുള്ള കീവേഡുകളാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ
ആ കീവേഡുകൾ ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റ് ആദ്യത്തെ ഒരു 10 റിസൾട്ട് അല്ലെങ്കിൽ 15 റിസൾട്ട് അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് റിസൾട്ടോ ആ ഒരു 10 റിസൾട്ടിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമ്മളുടെ വെബ്സൈറ്റ് പ്ലേസ് ചെയ്യിപ്പിക്കാൻ നമുക്ക് കഴിയും. സോ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ കോമ്പറ്റീഷൻ എടുത്തിട്ട് 16 വരെയൊക്കെ ഉള്ളത്, നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറേ ഉണ്ടല്ലോ. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു 1, 3, ഓക്കെ 8 വരെയുള്ളത് ഞാൻ എന്ത് ചെയ്തു സെർച്ച് ചെയ്തു. 8 വരെയുള്ളത് തന്നെ ഏകദേശം 10, 20 അങ്ങാണ്ട് വരുന്നുണ്ട്. ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഫിൽറ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർലി ഒരു സ്റ്റേബിളായിട്ട് പോകുന്ന സെർച്ചിങ് ഉണ്ട്. അതേസമയം 900 വരെ 900% ഇൻക്രിമെൻറ്റ് വരുന്ന കീവേഡുകളുണ്ട്. അത് ജസ്റ്റ് നമുക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. 900%, അതായത് കൂടുതൽ വരുന്നതാണ്. മോട്ടോർ സൈക്കിൾ റിപ്പയർ നിയമി, അപ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതിന് ഞാൻ എന്ത് ചെയ്തു, ഒന്ന് ഹൈലൈറ്റ് കൊടുത്തു. മോട്ടോർ സൈക്കിൾ റിപ്പയർ ഷോപ്പ്, റിപ്പയർ തന്നെ മുകളിൽ മോട്ടോർ സൈക്കിൾ, മോട്ടോർ ബൈക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്, 2 വീലർ മെക്കാനിക്ക് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഇതെല്ലാം നമുക്ക് ഇലക്ട്രിക്കൽ സ്കൂട്ടർ നമുക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. 2 വീലർ മെക്കാനിക്ക് 2 എന്ന് പറഞ്ഞ ന്യൂമറിക് ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ഈ സ്കൂട്ടർ സർവീസ് നമുക്കുണ്ടോ അറിയില്ല. സർവീസ് നിയർ സർവീസ് സെൻറ്റർ വെസ്പ. ഓക്കെ, ഇത്രയും വന്നിട്ടുണ്ട്. സോ ഇവിടെ ഇപ്പോൾ വെസ്പ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇനി ഹീറോ ഹോണ്ട വേണം, ബജാജ് വേണം, യമഹ വേണം. ബാക്കി നമ്മൾക്ക് റിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഷോപ്പിൽ റിപ്പയർ ചെയ്യുന്ന ബാക്കിയുള്ള എല്ലാ ബൈക്കുകളെയും നമ്മൾ അതേമാതിരി ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് 900 എന്നുള്ളത് ഞാനൊന്ന് മാറ്റി 0 മാത്രം ഞാനൊന്ന് സെലക്ട് ചെയ്തു. 0 സെലക്ട് ചെയ്തപ്പോൾ അതിൽ വരുന്ന ഹോണ്ട മോട്ടോർ സൈക്കിൾ സർവീസ് കണ്ടോളൂ. റോയൽ എൻഫീൽഡ് നമ്മൾ ബുള്ളറ്റ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ സുസുക്കി വരണം, പിന്നെ ഹോണ്ട വന്നിട്ടുണ്ട്, വെസ്പ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ നമുക്ക് കീവേഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കീവേഡ് എന്നുള്ള സെലക്ട് ചെയ്തു. ആ ഒരു റോ മുഴുവനായിട്ട് സെലക്ട് ചെയ്തു. അതിനകത്ത് സോർട്ട് എടുത്തു, ഫിൽറ്റർ ഓഫാക്കി. ഓക്കെ, ഇനിയും ഒന്നും കൂടെ ഒന്ന് ഫിൽറ്റർ ഓൺ ചെയ്തു, ദെൻ വീണ്ടും ഫിൽറ്റർ ചെയ്തു. ഇതിനകത്ത് ഞാൻ കീവേഡിനകത്ത് വന്നു. ഓക്കെ, കീവേഡിൽ വന്നിട്ട് ഇവിടുന്ന് ഫിൽറ്റർ ബൈ കളർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ യെല്ലോ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഞാൻ നേരത്തെ ഹൈലൈറ്റ് ചെയ്യിപ്പിച്ച് വെച്ച എല്ലാ കീവേഡുകളും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കീവേഡുകൾ നമ്മളുടെ വെബ്സൈറ്റിനകത്തോട്ട് ഉപയോഗിക്കാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കീവേഡുകളാണ്. ഇതെന്ത് ചെയ്തു, ഞാൻ കോപ്പി ചെയ്തിട്ട് നമ്മളെപ്പോഴും നമ്മളുടെ ഒരു ഫയൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കുക. ഒരു എക്സൽ ഷീറ്റോ അല്ലെങ്കിൽ നോട്ട് പാഡോ വേർഡോ എന്തെങ്കിലും ഒന്ന് എടുത്ത് സേവ് ചെയ്ത് വെച്ചേക്കുക. അതിനകത്ത് നമ്മളുടെ കീവേഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. കണ്ടില്ലേ, മോട്ടോർ സൈക്കിൾ റിപ്പയർ നിയർ മീ. ഇനി ഇതെല്ലാം വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ വെബ്സൈറ്റിൻ്റെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം, എങ്ങനെയാണ് ഈ കീവേഡ്സുകൾ ഉപയോഗിച്ചിട്ട് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഈ ഫയൽ ഞാനൊന്ന് സേവ് ചെയ്തിട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക്